മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വെളിയിലേക്ക് വന്ന സമയത്ത് മഞ്ജുവിനെയും മോഹിനിനെയും കാണുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കരുണേനെ തല്ലാനൊക്കെ ചെല്ലുന്നുണ്ട്. ഇതേ സമയം ഒരു പ്രകാരം മുത്തശ്ശിയും കരുണയും കൂടി അവിടുന്ന് രക്ഷപ്പെട്ടു പോണത് നേരെ കണ്ണൻ്റെ മുന്നിലേക്കാണ്. കണ്ണൻ്റെ മുന്നിൽ ചെന്നതും കണ്ണൻ ഇവരോട് നല്ലോണം തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് ഒരമ്മയാവാൻ പോവുക, ഈ സമയത്ത് അവരെ ഉപദ്രവിക്കരുത്. എന്തായാലും അച്ഛനില്ലാതെ കുഞ്ഞ് വളർന്നാൽ അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് സത്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതെന്താ കുഴപ്പം, ഇവൾ ഒറ്റയ്ക്ക് വളർത്തട്ടെ ഇവളുടെ കുഞ്ഞിനെ. പിന്നെ ഉണ്ണി പൈസയ്ക്ക് അത്യാർത്ഥിയുള്ളവനാ, അതുകൊണ്ട് വാരിക്കോരി പണം കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ അച്ഛനെ കൊന്നതൊന്നും ഗൗരവത്തിൽ എടുക്കൂല. നിങ്ങളുടെ മോളെ നോക്കിക്കോളും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എന്തായാലും ഇതുവരെ നിൻ്റെ അച്ഛനും ആ ഉണ്ണിയുടെ അമ്മാവനും ചേർന്ന എൻ്റെ അച്ഛനെ കൊന്നേന്നുള്ള സത്യം അവരറിഞ്ഞിട്ടില്ല. എന്നെ മഹാലക്ഷ്മിയെയും അവർക്ക് ഇഷ്ടമല്ലെങ്കിലും എൻ്റെ അച്ഛനോട് അവർക്ക് ഇഷ്ടക്കുറവുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഒരിക്കലും അത് ഉണ്ണിയൊന്നും അറിയരുതെന്ന് പറയുമ്പം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവളുടെ ജീവിതം ഇനി പോക്ക. എന്തായാലും അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്താനായിരിക്കും ഇവളുടെ യോഗം. ഇനി നീ സ്നേഹിക്കുന്ന നിൻ്റെ അച്ഛനും മുത്തശ്ശിയും നിൻ്റെ അടുത്ത് ഇല്ലാണ്ടായ നീ ആ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ ജീവിക്കൂടി, അതെനിക്കൊന്ന് കാണണം. എന്തായാലും നീ നിൻ്റെ മുത്തശ്ശിയും അച്ഛനും നക്ഷത്രം എണ്ണാൻ പോണുള്ളൂ. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, എന്തായാലും എൻ്റെ മഹിക്കോ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തേണ്ടി ഒന്നും വരില്ല, നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ വീട്ടിൽ കിടന്ന് പണിയെടുത്തതിന് പകരമായിട്ട് നിനക്ക് ജയിലിൽ കിടന്ന് പണിയെടുക്കാം. അന്നേരം ഇതുപോലെയൊന്നും അല്ല പണി, അവിടെയുള്ള ക്രിമിനലുകളും എല്ലാവരും പറയണതെല്ലാം അനുസരിച്ചില്ലെങ്കിൽ നിന്നെ അവർ വെറുതെ വിടുമൊന്നുമില്ല. എന്തായാലും ജയിലിൽ നിൻ്റെ അത്ര വലിയ ക്രിമിനലൊന്നും ഉണ്ടാവില്ല അടിയെന്ന്. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് ഈ കണ്ണൻ്റെ ഒരു പെരുമാറ്റം കണ്ടിട്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നീ എന്തിനാടി അവരുടെ പുറകിൽ മറിഞ്ഞു നിൽക്കണേ, നീ കൊണ്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ കണ്ണ, അവളെ തല്ലല്ലേടാ, അവളൊരു അമ്മയാവാൻ പോണ കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പം ഇവളെ ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കൈ മുറിച്ച് കളയേണ്ടി വരും, അത്രയ്ക്കും അഴുക്ക ഇവള്, അതുകൊണ്ട് ഞാനിവളെ തല്ലുമൊന്നുമില്ല. പക്ഷെ നിന്നെ തല്ലും ആരാന്നറിയാവോ, ജയിലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ക്രിമിനലുകളും. അപ്പം നീ തല്ലുകൊണ്ട് നട്ടം തിരിയൂടിയെന്ന്. എന്തായാലും നീ ഇപ്പം എൻ്റെ കണ്ണും വെട്ടത്തൊന്ന് പോയിക്കോ, നിന്നെ ഒന്നും എനിക്ക് കാണണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണനെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെ ഓപ്പറേഷൻ റൂമിലേക്ക് മാറ്റാൻ പോവുക, ഇന്ന് തന്നെ മഹാലക്ഷ്മിയുടെ സർജറി നടത്തണം. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. അമ്മയെ രക്ഷിച്ചെടുക്കാനാണ് ഞാൻ ആദ്യം തന്നെ ശ്രമിക്കണേ, പിന്നെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ നോക്കുമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അമ്മയും കുഞ്ഞിനെ ഒരുപോലെ രക്ഷിച്ചെടുക്കണം ഡോക്ടറെ എന്ന് പറയുമ്പം അത് നമ്മുടെ കയ്യിലല്ലല്ലോ, എന്തായാലും അതെല്ലാം ഭഗവാന്റെ കയ്യിലാന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എല്ലാ ആപത്തിലും അയാളെ സഹായിക്കാൻ ഭഗവാൻ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവങ്ങളുടെ അനുഗ്രഹം കൂടുതലായിട്ട് വേണ്ടത്. നിങ്ങളെല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക. ഈ ചായനാണെങ്കിലും എല്ലാ പള്ളികളിലും വിളിച്ച് മഹാലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും ഒരുപാട് പ്രാർത്ഥനയോട് കൂടിയ ആ ഓപ്പറേഷൻ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചേക്കുന്നതും മഹാലക്ഷ്മിനെ കൊണ്ടുപോകണതും. ഇനിയിപ്പം കണ്ണൻ്റെ കയ്യിലുണ്ട് തെറ്റ്, ആ കുട്ടിയെ ഒരു കാരണവശാലും കണ്ണൻ്റെ തറവാട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു. ഇപ്പോൾ 8 മാസമല്ലേ ആയിട്ടുള്ളൂ, ഒരു മാസവും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും വഷളാവില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ കുഞ്ഞിനെ എടുത്താൽ തന്നെ ഒരു ചെറിയ കുഞ്ഞായിരിക്കും, അതിന് തൂക്കമൊക്കെ കുറവുണ്ടാവും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു മാസവും കൂടി ആ അനന്തുവിൻ്റെ വീട്ടിൽ നിർത്തിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ വലിയ മണ്ടത്തരമായി പോയി എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും അമ്മയും കുഞ്ഞിനെയും ജീവനോടെ തന്നെ എടുക്കാനാണ് എൻ്റെ തീരുമാനം, ഇനിയിപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാന്ന് പറയണു. അത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം മഹാലക്ഷ്മിയെ ICUന്ന് ഇറക്കി ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് കണ്ണൻ വെളിയിലുണ്ടെങ്കിൽ മഹാലക്ഷ്മിക്ക് അതൊരു ആത്മധൈര്യമായിരിക്കും. എന്തായാലും കണ്ണൻ അങ്ങോട്ട് ചെല്ലുക, മഹാലക്ഷ്മിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കാണാമെന്ന്. അങ്ങനെ നമ്മളുടെ മോഹിനി മഞ്ജു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഹാലക്ഷ്മിയെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് മോഹിനിയാണെങ്കിൽ ഓടിച്ചെന്ന് മഹാലക്ഷ്മിയുടെ കൈ എടുത്ത് ഉമ്മ വെച്ചിട്ട് പറയുന്നുണ്ട്, മോളെ പേടിക്കേണ്ട, സമാധാനമായിട്ടിരിക്കുന്നു പറയുമ്പം മഹാലക്ഷ്മി പുഞ്ചിരിച്ച് തന്നെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും മഹാലക്ഷ്മി ഇങ്ങനെ കണ്ണൻ്റെ നേരെ കൈ നീട്ടിയതും കണ്ണൻ ആ കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് മഹാലക്ഷ്മിയോട് കുഴപ്പമൊന്നുമില്ല എന്ന് ധൈര്യം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നും പറഞ്ഞ് അങ്ങനെ കിടക്കുന്ന നേരത്ത് മഹാലക്ഷ്മി ആ നേഴ്സുമാരെ അങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ
പ്രതാപനെയും വാമദേവനെയാണ്. വാമദേവനാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, നീ ഇനിയെങ്കിലും മണ്ടത്തരം ചെയ്യാതിരിക്കണം. ഞാൻ നിനക്ക് കൊട്ടേഷൻ തന്ന കാര്യം നീ ആരോടും പറയരുത്. അങ്ങനെ പറയാതിരിക്കുവാണെങ്കിൽ അതൊരു ആക്സിഡൻ്റായിട്ട് ഒതുങ്ങിപ്പോയിക്കോളും. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ആരോടും പറയുമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നീയായി ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. അന്ന് നിനക്ക് ഭ്രാന്ത് വന്ന സമയത്ത് നീ എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറഞ്ഞില്ലേടാ, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പം അന്ന് എനിക്ക് സമനില തെറ്റിയപ്പോഴല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. സമനില തെറ്റിയ ഒരാൾ എന്തൊക്കെ പറയുന്നു അയാൾക്ക് അറിയോ? ഇനി എന്തൊക്കെയാണ് വാമ ഈ പറയണേന്ന് ചോദിക്കുമ്പം അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം ഇതിനൊക്കെ കാരണക്കാരി നിൻ്റെ മോളോട് ഞാൻ അന്നേ പറഞ്ഞതാ കണ്ണനും മഹാലക്ഷ്മിയും പറയണതെല്ലാം അനുസരിച്ച് അവിടെ നിൽക്കാൻ. അപ്പം അവൾക്ക് അതിന് പറ്റൂല. അവൾ ആ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ഉന്തിയിട്ടേക്കണു. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോണത് നിൻ്റെ മോളെ ആയിരിക്കും. പിന്നെ നിൻ്റെ മോളുടെ ജീവിതവും ജയിലിലായിരിക്കും. എന്തായാലും ഇതിൽ നഷ്ടം സംഭവിക്കാൻ പോണത് നിനക്ക് തന്നെയാണ്. നിൻ്റെ മോളുടെ ജീവിതം പോയി കിട്ടും. ഉണ്ണി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ മോളുടെ അവസ്ഥ എന്താവും എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഉണ്ണി ഇപ്പോൾ ഇത് അറിഞ്ഞ് കാണൂലേ എന്ന് ചോദിക്കുമ്പം അറിയാതിരിക്കാൻ അവൻ പൊട്ടനൊന്നും അല്ലല്ലോ. എന്തായാലും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മോൾക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, നീ ഒന്ന് വായിട്ട് അലക്കാതെ മിണ്ടാതിരിക്കണം മാമ. എന്തായാലും സംഭവിച്ചു കോടതി ചെല്ലുമ്പം നമുക്ക് മാറ്റി പറയാമെന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, നമ്മൾ പോലീസിനോട് സത്യങ്ങളൊക്കെ ഏറ്റതല്ലേ എന്ന് ചോദിക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അത് പോലീസ് തല്ലി നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചതാന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാലും മഹാലക്ഷ്മി ദൃക്സാക്ഷിയല്ലേ, അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും കുടുങ്ങൂലേ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നമ്മൾ പെട്ടു, ഇനി രക്ഷപ്പെടണ കാര്യം സംശയമാണെന്നും പറഞ്ഞ് ഈ വാമദേവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ അമ്പലത്തിൽ ചെന്നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് കണ്ണൻ പ്രാർത്ഥിക്കുന്നത്. മഹിക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തല്ലേ ഭഗവാനെ എന്നും പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ സിദ്ധയായ അമ്മ വന്നിട്ട് കണ്ണൻ്റെ ആ നിപ്പും പാവമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ വരുമ്പോൾ ആ അമ്മയെ കണ്ടിട്ട് കണ്ണൻ ആ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മയുടെ അടുത്ത് ചെന്നതും അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ മഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മഹിയും കുഞ്ഞും ആപത്തിലാന്ന് പറയുമ്പം എനിക്കറിയാം മോനെ, എന്തായാലും അമ്മയ്ക്കൊന്നും സംഭവിക്കില്ലായിരിക്കും, പക്ഷേ കുഞ്ഞിൻ്റെ ജനന കുറച്ച് കടുപ്പം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് മോൻ എന്തിനാ ആ കുട്ടിയെ മോൻ്റെ തറവാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച? മോൻ്റെ കൂട്ടുകാരനും ഭാര്യയും ആ കുട്ടിയെ പൊന്നു പോലെ നോക്കുമായിരുന്നല്ലോ, എന്നിട്ട് മോൻ എന്തിനാ അതങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തില്ല അമ്മയെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഒരു മാസം കൂടി ആ കുട്ടി അവിടെ നിന്നാൽ മതിയായിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് അറിഞ്ഞെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പ്രസവം കഴിയണവരെയും ആ കുട്ടിയെ മോൻ്റെ കൂട്ടുകാരനും ഭാര്യയും നോക്കുമായിരുന്നല്ലോ. അവർ നാട്ടിലേക്ക് ഈ സമയത്ത് വന്നത് തന്നെ ദൈവഹിത അനുസരിച്ച. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റുമോ അമ്മയെന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം വീഴ്ച അത്രയ്ക്കും കൂടിയ വീഴ്ചയായിരുന്നു. മോനക്കറിയാലോ, സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നല്ലേ ആ കുട്ടി വീണത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ ദാമ്പത്യം കുറച്ച് ദിവസം കൊണ്ട് തീരുന്ന ദാമ്പത്യമൊന്നുമല്ല, അത് ഒരുപാട് നാളത്തേക്കുള്ള ദാമ്പത്യം. അതുകൊണ്ട് ആ മോളുടെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എനിക്ക് സംശയമുള്ളത് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം. ആ വീഴ്ചയുടെ ആഘാതം അത്രയ്ക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മ മഹിക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന മൊത്തം ആ മോൾക്കും കുഞ്ഞിനും വേണ്ടിയുള്ളതാണ്. എന്തായാലും മോൻ പോയിക്കോ, ഞാനിപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയെന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കരുണയും പ്രതാപൻ്റെ അമ്മയും കൂടി ചേർന്ന് ഒരു വക്കീലിനെയും കൊണ്ട് ചെല്ലാണ്. അങ്ങനെ SI ഇങ്ങനെ ഓരോന്ന് വായിച്ചിരിക്കുന്ന സമയത്ത് വക്കീൽ ചെല്ലുന്നുണ്ട്. വക്കീലിനെ കണ്ടതും ആ വക്കീൽ സാർ വാ എന്ന് പറയുന്ന സമയത്താണ് ഈ കരുണയും പ്രതാപൻ്റെ അമ്മയും അകത്തേക്ക് കയറി ചെല്ലുന്നത് SI കാണുന്നത്. സമയത്ത് SIക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പ്രതാപനും വാമദേവനും ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വക്കീൽ വന്നേക്കണേന്ന്. അങ്ങനെ SI ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ ജാമ്യത്തിലിറക്കാൻ വന്നതാണെന്ന് ചോദിക്കുമ്പം അതെ, ഞാൻ അവരെ ജാമ്യത്തിലിറക്കാൻ വന്നതാണെന്ന് പറയുന്നത്. ആ സമയത്ത് SI പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാത്ത കാര്യം, ഒരു കൊലക്കുറ്റം അവർ ചെയ്തേക്കണേന്ന് പറയുമ്പം അതൊരു ആക്സിഡൻ്റ് അല്ലേ, അതും 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. അതിനാണെങ്കിൽ പ്രത്യേകിച്ച് സാക്ഷികളോ തെളിവോ ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പം SI പറയുന്നുണ്ട്, ആരാ പറഞ്ഞ സാക്ഷിയൊന്നുമില്ലയെന്ന്. ഇപ്പോൾ ആസ്പത്രി കിടക്കണ മഹാലക്ഷ്മി അതിന് സാക്ഷി. എന്തായാലും സാറ് ഇവരുടെയൊക്കെ കേസിൽ ഇടപെടുന്നത് വളരെ മോശമാണെന്ന് പറയുമ്പം എന്തായാലും എൻ്റെ ഫീൽഡ് അതായി പോയില്ലേ, ഇനിയിപ്പം ഇവർ ആരാന്ന് പറഞ്ഞാലും എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യേണ്ടതെന്ന്. അന്നേരം SI പറയുന്നുണ്ട്, ഇവരും ഇവരുടെ മകനും പക്കാ ക്രിമിനൽസാണ്. അതുമാത്രമല്ല, ഇതിനു മുമ്പ് ഇവരുടെ മകനെയും ഞാൻ ലോക്കപ്പിൽ അടച്ചേക്കണതാണ്. ഇപ്പോഴും ഇവരെയും പിടിച്ച് അകത്ത് ഇടേണ്ടതാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഒരു പെൺകുട്ടി ആസ്പത്രിയിൽ കിടക്കുന്നുണ്ട്. ഇവളുണ്ടല്ലോ, ആ പെൺകുട്ടീനെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടതാണ്. അതും പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടീനെ. ആ പെൺകുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. നീ എന്തിനാടി അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ ചരിത്രം അറിയാതെ സാറ് ഓരോന്ന് ഞങ്ങളെ പറയില്ലേ എന്ന് പറയുമ്പോൾ
എൻ്റെ ചരിത്രവും പുരാണമൊന്നും അന്വേഷിക്കലല്ല എനിക്ക് പണി. എന്തായാലും ജാമ്യം തരാൻ പറ്റില്ല. നാളെ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ അവിടുന്ന് ജാമ്യത്തിൽ എടുത്തോളാം. ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, ഈ 5 വയസ്സായ ഒരു കൊച്ചിൻ്റെ സാക്ഷിമൊഴി ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പം അതെന്താ വിശ്വസിക്കാണ്ട് പിന്നെ ആരുടെ മൊഴിയാണ് വിശ്വസിക്കേണ്ടതെന്നും ചോദിച്ച് ഈ SI വക്കീലിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈ പ്രതാപൻ്റെ അമ്മ വീണ്ടും SIയോട് പറയുന്നുണ്ട്, എന്നാലും സാറേ അവനക്ക് ജാമ്യം തരാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം ഇല്ല, ഒരിക്കലും നടക്കൂല. നിങ്ങളെയും നിങ്ങളുടെ കൊച്ചുമോളെയും പിടിച്ച് അകത്തിടേണ്ട കേസാണ്. എന്തായാലും ആസ്പത്രിയിൽ കിടക്കുന്ന ആ പെൺകുട്ടിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ ഇവളുടെ കാര്യം പോക്കാന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മയും കരുണയും വക്കീലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും പ്രതാപനും വാമദേവനും ജാമ്യമൊന്നും കിട്ടാൻ പോണില്ല. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയാലും അവർക്ക് ജാമ്യം കിട്ടാൻ പോണില്ല. അവർക്കെതിരായിട്ട് വാദിക്കാൻ വരുന്നത് നമ്മളുടെ അനന്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.